ലീഡ്സ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ ആദ്യത്തെ പാഠഭാഗം, ആദ്യത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഈ വർഷം നമുക്ക് എത്ര പാഠം പഠിക്കാനുണ്ട് എന്നറിയണം. നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അത് 2 ഭാഗങ്ങളായിട്ട്, 2 പാർട്ടുകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പാർട്ട് 1 4 ചാപ്റ്റേഴ്സ്, 4 ചാപ്റ്റേഴ്സ്. പാർട്ട് 2 3 ചാപ്റ്റേഴ്സ്. അങ്ങനെ ആകെ ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ എപ്പോഴും പറയാം, നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാഠം ഏതാണെന്ന് ചോദിച്ചാൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ പാഠമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം 9th പഠിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗമാണ്. പീരിയോഡിക് ടേബിൾ നിങ്ങൾ പഠിച്ചതാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാൽ പോലും നമ്മൾ പുതിയ ഭാഗത്തിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ പാർട്ടിലേക്ക് കടക്കാം. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചുരുക്ക രൂപത്തിൽ ഞാൻ ഇവിടെ എങ്ങനെ ഈസി എന്ന് എഴുതുകയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം ആറ്റത്തിലെ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. സബറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാ സബറ്റോമിക് പാർട്ടിക്കിൾസ്? ഇറ്റ് ഈസ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. Proton, electron and neutron. Okay. Proton in the charge, it is positively charged particle. ആണ് and positively charged, and electron is negatively charged species ആണ്. And then neutron, it is chargeless. നമുക്ക് എന്തുകൂടി പറയാം, ന്യൂട്രൽ എന്നുള്ള ടേം ഉപയോഗിക്കാം അല്ലേ? ചാർജ്ലെസ്, ന്യൂട്രൽ. സോ ആറ്റത്തിലെ സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. ആൻഡ് പ്രോട്ടോൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ന്യൂട്രോൺ ഈസ് ചാർജ്ലെസ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് ന്യൂട്രൽ. പ്രോട്ടോൺ ആരാ ഡിസ്കവർ ചെയ്തത്? പ്രോട്ടോൺ ഈസ് ഡിസ്കവേർഡ് ബൈ റൂദർഫോർഡ്. ഇറ്റ് ഈസ് ഏണസ്റ്റ് റൂദർഫോർഡ്. So proton is discovered by Rutherford, and electron J.J. Thomson, and the neutron is James Chadwick or J. Chadwick or simply Chadwick. Okay, so proton positively charged, it is discovered by Rutherford, and the electron is negatively charged and it is discovered by J.J. Thomson, and neutron is chargeless or neutral particle or neutral species, it is discovered by James Chadwick. Okay, so ആറ്റത്തിലെ സബറ്റോമിക് പാർട്ടിക്കിൾസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവരുടെ പൊസിഷനാണ്, ആറ്റത്തിനുള്ളിൽ ഇവരെ എവിടെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So Rutherford, ഇറ്റ് ഇസ് ഏണസ്റ്റ് റൂദർഫോർഡ്. എടുത്തു പറയാൻ കാരണം നമ്മുടെ കെമിസ്ട്രിയിൽ 2 റൂദർഫോർഡ് ഉണ്ട്. ഒന്ന് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്, രണ്ടാമത്തെ ആൾ ഡാനിയൽ റൂദർഫോർഡ് ആണ്. ഡാനിയൽ റൂദർഫോർഡ് ആണ് നൈട്രജൻ വാതകത്തെ കണ്ടെത്തിയതെങ്കിൽ നമ്മുടെ ആറ്റം ഘടനയുമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഈ റൂദർഫോർഡ് ആറ്റത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ആറ്റത്തിനുള്ളിൽ ഒരു സെൻട്രൽ പാർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ സെൻട്രൽ പാർട്ടിനെ അദ്ദേഹം വിളിച്ച പേര് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തെ അദ്ദേഹം വിളിച്ച പേര് ന്യൂക്ലിയസ് എന്നാണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ടെന്നാണ്
ആര് പറഞ്ഞിട്ടുള്ളത്? റുദർഫോർഡ് പറഞ്ഞിട്ടുള്ളത്. റുദർഫോർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആറ്റത്തിനുള്ളിൽ ഒരു സെൻട്രൽ പാർട്ടുണ്ട്. ആ സെൻട്രൽ പാർട്ട് is positively charged and the electrons are revolving around the nucleus. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? റുദർഫോർഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? ഈ ന്യൂക്ലിയസിലാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. പ്രോട്ടോണും ന്യൂട്രോണും നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ന്യൂക്ലിയസിനുള്ളിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ടുഗദർ നമ്മൾ വിളിക്കാൻ പോകുന്നത് ന്യൂക്ലിയോൺസ് എന്നാണ്. ന്യൂക്ലിയോൺസ്. ഓക്കെ, ആൻഡ് ദ ഇലക്ട്രോൺ. അപ്പം മൂന്നാമത്തെ പാർട്ടിക്കിൾ പ്രോട്ടോൺ നമ്മൾ ഉപയോഗിച്ചു, ന്യൂട്രോൺ നമ്മൾ ഉപയോഗിച്ചു. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. പക്ഷേ ഈ പാത്ത് ഇവർ കറങ്ങുന്ന പാത്ത് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡിന് കഴിഞ്ഞില്ല. അതിനുശേഷം നമുക്ക് പുതിയൊരു സയൻറ്റിസ്റ്റ് വന്നു. വേറെ ആരുമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള നീൽസ് ബോറാണ്. നീൽസ് ബോർ ചെയ്തത് റുദർഫോർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസ് കറങ്ങുന്ന പാത്ത് കൃത്യമായിട്ട് അങ്ങോട്ട് ഡിഫൈൻ ചെയ്തു. ആൻഡ് ദാറ്റ് പാത്ത് ഈസ് ഷെൽ ഓർ ഓർബിറ്റ്. ആ പാത്തിനെ അദ്ദേഹം വിളിച്ച പേര് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നാണ്. ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ഷെൽ ഓർ ഓർബിറ്റ്. ദാറ്റ് ഈസ് ആറ്റത്തിന് ഒരു സെൻട്രൽ പാർട്ടുണ്ട്. ദാറ്റ് ഇറ്റ്സ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് പാത്ത് ഇസ് കോൾഡ് ഷെൽ ഓർ ഓർബിറ്റ്. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പം ആറ്റത്തിൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ സബറ്റോമിക് പാർട്ടിക്കിൾസ് എവിടെയാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റം ഘടനയെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയത്. അപ്പോൾ അതിൽ കുറേ റുദർഫോർഡിന് മുമ്പിട്ട് തോംസൺ മോഡലൊക്കെ ഉണ്ട്. പക്ഷേ റുദർഫോർഡിനെയാണ് നമുക്കിവിടെ ആവശ്യം. റുദർഫോർഡ് പറഞ്ഞത് കേന്ദ്രഭാഗമുണ്ട്, സെൻട്രൽ പാർട്ടുണ്ട്, അത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു. പക്ഷേ ആ പാത്ത് ഡിഫൈൻ ചെയ്തത് മറ്റൊരാളാണ്. അയാൾ നീൽസ് ബോറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബോർ മോഡലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബോർ മോഡൽ. ഓക്കെ, ബോർ പറഞ്ഞ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ഓക്കെ, ഷെൽ ഓർ ഓർബിറ്റ്. നിങ്ങൾ ഷെൽ എന്നുള്ള ടേം ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഓർബിറ്റ് കൂടി ഓർത്ത് വെക്കുക. നമുക്ക് പ്രധാനമായിട്ടും 4 ഷെൽസ് ആണുള്ളത്. കെ, എൽ, എം ആൻഡ് എൻ. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ ആൻഡ് എൻ ഷെൽ. ഓക്കെ, ഈ ഷെൽസിന് ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമാണ്. ഓരോന്നിനും ലിമിറ്റ് ചെയ്ത് നമ്മൾ വെക്കുവാണ്. ഈ ഷെൽ എന്ന് പറയുമ്പോൾ ഈ ഷെല്ല് എല്ലാം തന്നെ എന്താണ്? ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ആണ് കേട്ടോ. ഡിഫറെൻറ്റ് എനർജി ലെവൽസ്. ദാറ്റ് ഇറ്റ് ഇസ് കെ ഷെൽ ഈസ് n is equal to 1 first energy level, and it is n is equal to 2 L, and n is equal to 3 M shell, and n is equal to 4 it is N shell. And K shell have the capacity of 2 electrons. ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതാണ് കേട്ടോ. ഇലക്ട്രോൺസ് K ഷെല്ലിന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഇസ് 2 ഇലക്ട്രോൺ. ഓക്കെ, ആൻഡ് ദെൻ എൽ ഷെല്ലിന് എനർജി ലെവൽസ് ഞാൻ വായിക്കട്ടെ. ഓക്കെ, എനർജി ലെവൽസ് ആൻഡ് ദെൻ എൽ ഷെല്ലിനുള്ള കപ്പാസിറ്റി എത്രയാണ്? 8 ഇലക്ട്രോൺസ്. And then M shell has the capacity of 18 electrons, and N shell has the capacity of 32 electrons. Okay, so 2 electron
8 ഇലക്ട്രോൺ ആൻഡ് 18 ഇലക്ട്രോൺ 32 ഇലക്ട്രോൺ. ഇപ്പോൾ ശ്രദ്ധിക്കണം, E മൈനസ് ഇറ്റ് ഇസ് ഇലക്ട്രോൺ ദാറ്റ് ഇറ്റ് ഇസ് ഈ ഷോർട്ട് ഫോമിൽ കൊടുത്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ചാർജ് മുകളിൽ കാണിച്ചിട്ടുണ്ട്. സോ K ഷെല്ലിൻ്റെ കപ്പാസിറ്റി 2 ഇലക്ട്രോൺ, L ഷെല്ലിൻ്റെത് 8 ഇലക്ട്രോൺ, M ഷെല്ലിൻ്റെത് 18 ഇലക്ട്രോൺ ആൻഡ് N ഷെല്ലിൻ്റെത് 32 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രോൺസിനെ കൊടുക്കുമ്പോൾ ഷെല്ലിൻ്റെ എനർജി കൂടി വരുന്ന രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺസിനെ ഡിഫറെൻ്റ് ഷെല്ലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറെൻറ്റ് ഷെൽ ബേസ്ഡ് ഓൺ ദിയർ എനർജി ഇസ് കോൾഡ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടുണ്ടായിരിക്കണം? അറ്റോമിക് നമ്പർ എന്താണെന്നറിയണം, മാസ് നമ്പർ എന്താണെന്ന് അറിയണം. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ കേട്ടിട്ടുണ്ടല്ലോ. ഈ ടേംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേമാണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അത് പറഞ്ഞതിന് ശേഷം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അറ്റോമിക് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പർ നമ്മൾ ഷോർട്ട് ഫോമിൽ അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെറ്റ് എന്ന് പറയുന്ന ലെറ്റർ ആണ്. അറ്റോമിക് നമ്പർ ഇസ് ഡിനോട്ടഡ് ബൈ യൂസിങ് ദ ലെറ്റർ സെറ്റ്. ഇനി എന്താണ് അറ്റോമിക് നമ്പർ? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് സ്ട്രെസ് ചെയ്ത് നോക്കണം. ഇത് ഓറാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ electrons, and the mass number is represented by using the letter A. മാറി പോകാൻ പാടില്ല. Atomic number set, mass number A, and it is the sum of the protons and neutrons. Sum of the protons and neutrons placed in the nucleus. Okay, so protons and neutrons, ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും തുകയെ വിളിക്കുന്ന പേരാണ് എന്ത്? മാസ് നമ്പർ. ഓക്കെ, ഈ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയസിലാണ്. ഇതിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാസ് നമ്പർ എന്ന് വിളിച്ചത്. സോ അറ്റോമിക് നമ്പർ ഇസ് റെപ്രസെൻറ്റഡ് ആസ് സെറ്റ്, മാസ് നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ. സോ ഒരു എലമെൻറ്റിനെ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് സൂചിപ്പിക്കുക എന്നാണ് നോക്കുന്നത്. ഞാനൊരു സിമ്പിൾ എക്സ് കൊടുത്തു, ഏതോ ഒരു എലമെൻ്റ് ആണ്. ഈ എലമെൻറ്റിൻ്റെ ഇടതുഭാഗത്ത് അടിയിലായിട്ട് ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം, അത് നന്നായി ശ്രദ്ധിക്കണം. ഇടതുഭാഗത്ത് അടിയിലായിട്ട് അറ്റോമിക് നമ്പർ എഴുതുവാണ്. നിർബന്ധമുള്ള കാര്യമാണ്. മാസ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മുകൾ ഭാഗത്ത് ഇടത് സൈഡിലോ വലത് സൈഡിലോ എഴുതാം. അപ്പം നമ്മുടെ സൗകര്യാർത്ഥം ഞാൻ രണ്ടും ഇടത് സൈഡിൽ എഴുതാൻ പോവുകയാണ്. അറ്റോമിക് നമ്പർ ഇടതുഭാഗത്ത് അടിയിലായിട്ട്, മാസ് നമ്പർ മുകളിൽ ഇടതുഭാഗത്തായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സൗകര്യാർത്ഥം ഇടതോ വലതോ തിരഞ്ഞെടുക്കാം. ഇത് രണ്ടും ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പം എന്നാണ് തോന്നുന്നത്. സോ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ. സോഡിയം സിമ്പിൾ എണ്ണയാണ്, natrium Latin name, and then 11 is the atomic number of sodium and 23 is the mass number of sodium. So 11 എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഇടതുഭാഗത്ത് അടിയിലായിട്ട്, 23 മുകളിൽ, ഞാൻ തൊട്ട് മുകളിൽ ഇടതുഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 11 സോഡിയം, 23. ഇനിയിപ്പോൾ ഇതാ നോക്കൂ, 6 കാർബൺ 12. 6 carbon 12. ഏതാ atomic number? Atomic number 6 and the mass number is 12. So 6 atomic number ആണ്, 12 mass number ആണ്. Okay,
ഇനി നമ്മൾ സോഡിയത്തിന് ഞാൻ വീണ്ടും എടുക്കാൻ പോവാണ്. സോഡിയത്തിൻ്റെ അകത്ത് 11 ഇലക്ട്രോൺസ് ഉണ്ട്. എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് 11 ഇലക്ട്രോൺസ്? തുടക്കം ഡിഫൈൻ ചെയ്തപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ്. ശ്രദ്ധിക്കണം കേട്ടോ, ന്യൂട്രൽ ആറ്റായിരിക്കണം. ആ സമയത്താണ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ്. ഇവിടെ ഞാൻ ആറ്റം എഴുതിയപ്പോൾ ചാർജ് ഒന്നും കൊടുത്തിട്ടില്ല. ഹൻസ് ഇറ്റ് ഇസ് എ ന്യൂട്രൽ ആറ്റം. സോ സോഡിയം കണ്ടെയ്ൻസ് 11 ഇലക്ട്രോൺസ്. സോഡിയം കണ്ടെയ്ൻസ് 11 ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ഡിഫറെൻറ്റ് ഷെല്ലിൽ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വിളിക്കുകയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന്. സോഡിയം കണ്ടെയ്ൻ 11 ഇലക്ട്രോൺസ്. അപ്പം നമുക്കുള്ള ഷെല്ലുകൾ ഏതൊക്കെയായിരുന്നു? കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ഇപ്പോൾ പറഞ്ഞു ഓരോ ഷെല്ലിനും മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിൽ എത്തുന്നവരെ ഇലക്ട്രോൺസ് കൊടുക്കാം. ഈ ഷെല്ലിൻ്റെ എനർജി കൂടി വരുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. 11 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ ഞാൻ അവിടെ കൊടുക്കുകയാണ്, കെ ഷെല്ലിൽ കൊടുത്തു. ബാക്കി 8 ഇതിൻ്റെ കപ്പാസിറ്റിയാണ്. ആ 8 ഇലക്ട്രോണിന് ഏത് ഷെല്ലിൽ കൊടുത്തു? എൽ ഷെല്ലിൽ കൊടുത്തു. അപ്പോൾ 2 + 8 ഇറ്റ് ഈസ് 10 ഇലക്ട്രോൺസ്. റിമൈനിങ് 1 ഇലക്ട്രോൺ. ആ 1 ഇലക്ട്രോൺ നമ്മൾ എവിടെ കൊടുക്കുകയാണ്? എം ഷെല്ലിൽ കൊടുക്കുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി വിചാരിക്കൂ അടുത്ത ആള് ക്ലോറിൻ ആയിക്കോട്ടെ. ക്ലോറിൻ 17 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഇത് ചാർജ് ഒന്നും കൊടുത്തിട്ടില്ല. ഇറ്റ്സ് എ ന്യൂട്രൽ സ്പീഷ്യസ്. അതുകൊണ്ട് ഇയാൾ കയ്യിൽ 17 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺ ആദ്യം കെ ഷെല്ലിലേക്ക് പോകും. ആൻഡ് ദെൻ 8 ഇലക്ട്രോൺ എൽ ഷെല്ലിലേക്ക് പോകും. ആൻഡ് ദെൻ ഫൈനലി 2 + 8 10. റിമൈനിങ് 7 ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസിനെ ഏത് ഷെല്ലിലേക്ക് കൊടുത്തു? എം ഷെല്ലിലേക്ക് കൊടുത്തു. ഓക്കെ. അത് തൊട്ടടുത്ത ആള് ആർഗൺ ആണ്. ആർഗൺ ഇറ്റ് ഇസ് 18 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് 18 ഇലക്ട്രോൺസ് ആൻഡ് 18 പ്രോട്ടോൺസ്. ഇവിടെ നമുക്ക് ആരെ ആവശ്യം? ഇലക്ട്രോൺസിനെയാണ് ആവശ്യം. ആ ഇലക്ട്രോൺസിന് ഞാൻ കൊടുക്കാൻ പോവാണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ കൊടുത്തു, 2 ഇലക്ട്രോൺ. ആൻഡ് എൽ ഷെല്ലിൽ ഇറ്റ്സ് 18 ഇലക്ട്രോൺ. എൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ് 8 ഇലക്ട്രോൺ. ആൻഡ് ദെൻ എം ഷെല്ലിൽ റിമൈനിങ് 8 ഇലക്ട്രോൺസ്. ഓക്കെ. ഇനി തൊട്ടടുത്ത് വരുന്ന ആള് 19ാമത്തെ ആള്, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആള്. 19ാമത്തെ ആള് പൊട്ടാസ്യമാണ്. ആൻഡ് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് പൊട്ടാസ്യം സിമ്പിൾ ഇസ് കെ. 19 ആണ് അറ്റോമിക് നമ്പർ. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് 19 protons and 19 electrons. 19 പ്രോട്ടോണും 19 ഇലക്ട്രോണും. നമ്മൾ ഈ 19 ഇലക്ട്രോണിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. എൽ ഷെല്ലിൻ്റെ കപ്പാസിറ്റി 8 ഇലക്ട്രോൺ കൊടുത്തു ഞാൻ. എം ഷെൽ, അപ്പോൾ ഇവിടെ കെ ഷെല്ലാണ്, ഇവിടെ എൽ ഷെല്ലാണ്. നെക്സ്റ്റ് ഷെൽ ഈസ് എം ഷെൽ ഹാവിംഗ് ദ മാക്സിമം കപ്പാസിറ്റി ഓഫ് 18 ഇലക്ട്രോൺസ്. ബട്ട് ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് 8 ഇലക്ട്രോൺ 8 ഇലക്ട്രോൺ മാത്രമാണ്. ദെൻ യൂസ് another shell that it is n shell and the remaining electron goes to the next shell or orbit that it is n shell that and it became the configuration like 2 8 8 1 2 8 8 1. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓരോ ഷെല്ലിൻ്റെയും കപ്പാസിറ്റി പൂർത്തിയായാൽ മാത്രമേ അടുത്ത ഷെൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഇവിടെ ഞാൻ എം ഷെല്ലിൻ്റെ കപ്പാസിറ്റി പൂർത്തിയാവാതെയാണ് ആര് സഹായം തേടിയിട്ടുള്ളത്? എൻ ഷെല്ലിൻ്റെ സഹായം തേടിയിട്ടുള്ളത്. ഓക്കെ. ഇതുപോലെ തന്നെയാണ് 20ാമത്തെ ആള്. 20ാമത്തെ ആള് വേറെ ആരുമല്ല, നമുക്ക് വളരെ പരിചിതമായ കാൽസ്യമാണ്. 20 കാൽസ്യം സിമ്പിൾ CA. Electronic configuration like this that it is 2 8 8 2 2 8 8 2. നോക്കൂ, ഇവിടെയും എം ഷെല്ലിൻ്റെ കപ്പാസിറ്റി പൂർത്തിയാക്കാതെയാണ് ആരെ സഹായം തേടിയത്? തൊട്ടടുത്ത ഹയർ ഷെല്ലായ എൻ ഷെല്ലിൻ്റെ. അപ്പോൾ ഇത്രയും വിശദമായിട്ട് ബോർ മോഡൽ വന്നു.
പക്ഷേ പറഞ്ഞ രീതിയിലല്ല ക്രമീകരണം നടന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം വീണ്ടും സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണം പലതരത്തിലുള്ള കൺക്ലൂഷനിലേക്ക് നീങ്ങുകയാണ്. ആ മാറ്റമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് ആ കൺക്ലൂഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സിൽ കിടക്കണം പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇങ്ങനെ പഠനം നടന്നപ്പോൾ അവർ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ഇലക്ട്രോൺസ് പോകുന്നത് എനർജി ലെവൽസിനുള്ളിലുള്ള സബ് എനർജി ലെവൽസിലേക്കാണ്. അപ്പം നമ്മൾ പറഞ്ഞു കെയും എല്ലും എമ്മും എന്നും എല്ലാം തന്നെ ഡിഫറെൻറ്റ് എനർജി ലെവലുകളാണ്, ഡിഫറെൻറ്റ് എനർജി ലെവൽസാണ്. ഈ പല എനർജി ലെവൽസിനുള്ളിലും സബ് എനർജി ലെവൽസ് ഉണ്ട്. ഈ സബ് എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നത്. സബ് എനർജി ലെവൽ. ഈ സബ് എനർജി ലെവൽസിനെ കുറച്ചുകൂടി ഒന്ന് പേര് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സബ്ഷെൽസ് എന്ന് വിളിക്കാം. ഇതാണ് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം അല്ലേ? സബ്ഷെൽസ്, ഷെല്ലിൻ്റെ സബ്ഷെല്ല്, ഷെല്ലുകൾ അതിൻ്റെ ഉപഷെല്ലുകൾ. ഷെല്ലിന് പകരം എന്തിലേക്ക് ഇലക്ട്രോൺസ് പോകുന്നു? ഉപഷെല്ലുകളിലേക്ക് ഇലക്ട്രോൺസ് പോകുന്നു. അപ്പം നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ദാറ്റ് ഇറ്റ് ഈസ് സബ്ഷെൽസ് ഓർ സബ് എനർജി ലെവൽസ്. ഈ സബ്ഷെൽസ് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത് എളുപ്പമാണ്. നമ്മൾ പുതിയ ഭാഗമായിട്ട് ഇങ്ങനെ പോവുകയാണ്. എസ് സബ്ഷെല്ല്, പി സബ്ഷെല്ല്, ഡി സബ്ഷെല്ല്, എഫ് സബ്ഷെല്ല്. ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയും, എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞു വരണം. അപ്പം പുതിയൊരു കാര്യമാണ്. നമുക്ക് ഷെല്ല് മാത്രമേ ഇത്രയും നാളും അറിയണ്ടായിരുന്നുള്ളൂ. ഇനി ഷെല്ലിനുള്ളിൽ ഒരാൾ കൂടെ ഉണ്ട്. അതാരാ? സബ്ഷെൽസ് ആണ്. ഈ സബ്ഷെൽസ് ഏതൊക്കെയാണ്? എസ് സബ്ഷെല്ല്, പി സബ്ഷെല്ല്, ഡി സബ്ഷെല്ല്, എഫ് സബ്ഷെല്ല്. പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ സബ്ഷെൽസാണ് പഠിക്കുന്നത്? എസ് സബ്ഷെല്ല്, പി സബ്ഷെല്ല്, ഡി സബ്ഷെല്ല്, എഫ് സബ്ഷെല്ല്. അപ്പോൾ സബ് എനർജി ലെവൽസ് സബ്ഷെല്ല് ഏതൊക്കെയാ? സബ്ഷെല്ല് എസ്, പി, ഡി ആൻഡ് എഫ്. ഓക്കെ. ഈ എസിനും പിക്കും ഡിക്കും എഫിനും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോൺസ് അവിടെ നിജപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് എസ് സബ്ഷെല്ലിന് പരമാവധി അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ഇലക്ട്രോണാണ്. പരമാവധി എത്ര ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളാം? എസിന് 2 പറ്റും. ഇനി നമ്മുടെ പിക്കാവട്ടെ 6 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളാം. ഡിക്ക് 10 ഇലക്ട്രോണിന് ഉൾക്കൊള്ളാം. എഫിനാവട്ടെ 14 ഇലക്ട്രോണിന് ഉൾക്കൊള്ളാം. അപ്പം നോട്ട് എഴുതുമ്പോൾ വരച്ച് നല്ല കളറൊക്കെ ചെയ്ത് നമുക്ക് എപ്പം നോക്കിക്കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രമീകരിച്ച് വെക്കണം. ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് നോട്ട് എഴുതുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ വരക്കണം, ആ ബോക്സിനുള്ളിലാക്കണം എന്നൊക്കെ. അത് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് നോട്ട് എഴുതുമ്പോൾ ചെയ്യണം. എസ് സബ്ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണ്, പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണ്, ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസ്, എഫിൽ 14 ഇലക്ട്രോൺ. എസ് 2 ഇലക്ട്രോൺസ്, പി 6 ഇലക്ട്രോൺ, ഡി 10 ഇലക്ട്രോൺസ് ആൻഡ് എഫ് contains 14 electrons. 14 ഇലക്ട്രോൺ വരെ ഏത് സബ്ഷെല്ലിന് ഉൾക്കൊള്ളാൻ കഴിയും? എഫ് സബ്ഷെല്ലിന് ഉൾക്കൊള്ളാൻ കഴിയും. ഇനി നമ്മൾ ഷെല്ലിൻ്റെ സബ്ഷെൽസ് എങ്ങനെയാണ് എഴുതാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സബ്ഷെല്ല് നമ്മൾ മനസ്സിലാക്കി. അവിടെ എസ് സബ്ഷെല്ലുണ്ട്, പി ഷെല്ലുണ്ട്, ഡി സബ്ഷെല്ലുണ്ട്, എഫ് ഉണ്ട്. ഇനി ഇമ്മക്കുള്ള ഷെല്ല് ഏതൊക്കെയായിരുന്നു? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. ഇനി ഷെല്ലിലുള്ള സബ്ഷെൽസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഷെല്ലിൻ്റെ എനർജി ലെവൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കടോ? സീരിയൽ നമ്പർ കൊടുക്കട്ടെ. ഞാൻ ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. അത് ഏതൊക്കെയാ? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. ഈ ഒന്നാമത്തെ
ഷെല്ലിന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എഴുതുകയാണ് കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. അപ്പൊ ശ്രദ്ധിക്കണോ, ഈ കെ ഷെല്ലിന്റെ സബ്ഷെല്ലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. കെ ഷെല്ലില് സബ്ഷെൽസ് ആണ് എഴുതാൻ പോകുന്നത്. നമ്മൾ ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിന് ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ. ആ ഒറ്റ സബ്ഷെല്ല് ആദ്യം പറഞ്ഞ നമ്മൾ എസ്. ഞാൻ അവിടെ എസ്സിനെ കൊടുത്ത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്. എൽ ഷെല്ലിൻ്റെ 2 എന്നുള്ള നമ്പർ നിങ്ങൾ നോക്കണേ. അപ്പോൾ ഈ എല്ല് രണ്ടാമത്തെ ഷെല്ലാകുമ്പോൾ മൂപ്പർക്ക് 2 സബ്ഷെല്ല് ഉണ്ടായിരിക്കും. അപ്പോൾ എസ്സും പിയും ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ല്. ഈ എം ഷെല്ലിന് അപ്പോൾ എത്ര സബ്ഷെല്ല് ഉണ്ടായിരിക്കും നിങ്ങൾ പറയേ? ആ 3 സബ്ഷെല്ല്. അതൊക്കെയാ എസ് പി ഡി. ഓക്കെ, എസ് പി ഡി. ഇനി നാലാമത്തെ ഷെല്ല് എൻ ഷെല്ല്. എൻ ഷെല്ലിൻ്റെ സബ്ഷെല്ല് 4 ദാറ്റ് ഇറ്റ് ഈസ് എസ് പി ഡി ആൻഡ് എഫ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിന് കെ ഷെല്ലിന് ഒരൊറ്റ സബ്ഷെല്ല്, അത് നമ്മളെ എസ് സബ്ഷെല്ല്. ഇനി രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിന് 2 സബ്ഷെല്ല്. ഒന്ന് നമ്മളെ എസ്, രണ്ടാമത് നമ്മളെ പി എടോ, എസ് പി. മൂന്നാമത്തത് എം ഷെല്ല്. എമ്മിന് 3 സബ്ഷെല്ല്, എസ് പി ആൻഡ് ഡി, എസ് പി ഡി. 4 എൻ, ഇറ്റ് ഈസ് എസ് പി ഡി എഫ്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഷെൽ നമ്പർ എഴുതിക്കോ, അതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. ഷെല്ല് നമ്പർ. ഓക്കെ, ഷെൽ നമ്പർ. അപ്പം നോട്ട് എഴുതുമ്പോൾ നമ്പർ നോക്കുക, പൂർണ്ണമായിട്ട് എഴുതണേ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതിയെന്ന് വിചാരിച്ച് നിങ്ങൾ ഷോർട്ട് ഫോം ഉപയോഗിക്കരുത്. ഷെൽ നമ്പർ നല്ല വൃത്തിയായിട്ട് എഴുതുക. അതിൻ്റെ മുമ്പിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വേണം നമുക്ക്. പാഠം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് എളുപ്പമാകണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. ക്ലാസ് കഴിയുമ്പം തൊട്ടടുത്ത വീട്ടിലുള്ള ആരെങ്കിലോടൊക്കെ വാങ്ങുക. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് കൂടി ഒന്ന് നോക്കണം. കുറച്ചുകൂടി കളർഫുള്ളായിട്ടൊക്കെ കാണുമ്പോൾ നമുക്കത് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ സബ്ഷെൽസ് നോക്കൂ. കെൻ്റെ എസ്, എല്ലിൻ്റെ എസ് പി, എമ്മിൻ്റെ എസ് പി ഡി, എന്നിൻ്റെത് എസ് പി ഡി എഫ്. അപ്പോൾ ഇവിടെ ഒരു എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ പി ഉണ്ട്, ഇവിടെ പി ഉണ്ട്, ഇവിടെ പി ഉണ്ട്, ഡി ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എഫ് ആടെ മാത്രം. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഹയർ ലെവൽ വരുമ്പോൾ ആടെ എഫ് ഒക്കെ ഉണ്ടാവൂലേ. അപ്പം നമുക്ക് ഏത് എസ് ആണ് എഴുതിയത്, ഏത് പി ആണെന്ന് എഴുതിയത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സബ്ഷെൽ റെപ്രസെൻറ്റേഷൻ കറക്റ്റായിട്ട് നോക്കുക. കെ ഷെല്ലിൻ്റെ എസ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ കെ ഒന്നാമത്തെ എനർജി ലെവലാണ്, അതിൻ്റെ സബ്ഷെല്ലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എങ്ങനെ എഴുതണമെന്നാണ്. 1 എന്ന് കൊടുക്കുക, എന്നിട്ട് എന്ത് എന്ന് എഴുതുക, എസ്. അപ്പം ഇത് വായിക്കാൻ 1s എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ കെ ഷെല്ലിൻ്റെ സബ്ഷെൽ ഏതാ എന്നെൻ്റെ ചോദ്യമെങ്കിൽ നിങ്ങൾ ഉത്തരം എന്തായിരിക്കണം, 1s എന്നായിരിക്കണം. അപ്പോൾ കെ ഷെല്ലിൻ്റെ സബ്ഷെൽ 1s. ഇനിയിപ്പോൾ 1s കാണുകയാണെങ്കിൽ അത് ഏത് ഷെല്ലിൻ്റെ സബ്ഷെല്ലാന്ന് ചോദിച്ചാൽ നമ്മളെ ഉത്തരം എന്താണ്, കെ ഷെൽ എന്നാണ്. അപ്പോൾ അടുത്ത ഷെല്ല് നമ്മളെ എൽ ഷെല്ലല്ലേ. എൽ ഷെല്ലിൻ്റെ സബ്ഷെൽസ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഇറ്റ് ഈസ് 2s. രണ്ടാമത് വേറൊരാളുണ്ട്, അയാൾ നമ്മൾ എങ്ങനെ എഴുതു, 2p. ഓക്കെ, സോ എല്ലിൻ്റെ സബ്ഷെൽസ് 2s 2p. എമ്മിൻ്റെ സബ്ഷെല്ല് ഇതാ എഴുതാൻ പോകുന്നു, 3s 3p ആൻഡ് 3d. കോമ ഉപയോഗിച്ച് ഇവിടെ വേർതിരിച്ചതാണ് ഓരോ ഷെല്ലിനെ, ഓരോ സബ്ഷെല്ലിനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി ദ എൻ ഷെല്ലിൻ്റെ 4s 4p 4d and 4f. ഓക്കെ, സോ കെയുടെ എസ് 1s, എല്ലിൻ്റെ എസ് 2s, എമ്മിൻ്റെത് 3s, എന്നിൻ്റെത് 4s. അപ്പം ഇനി ക്വസ്റ്റ്യൻ വന്നാൽ 4s ഏതിൻ്റെ സബ്ഷെല്ലാന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം 4ാമത്തെ ഷെല്ലായ എൻ ഷെല്ലിൻ്റെ. 3d ആണ് ചോദ്യമെങ്കിൽ എം ഷെല്ലിൻ്റെത്. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? അപ്പം നമുക്ക് എത്ര സബ്ഷെൽസ് ഉണ്ട്? പ്രധാനമായിട്ട് എത്ര സബ്ഷെൽസ് ഉണ്ട്? 4 സബ്ഷെൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്?
എസ്, പി, ഡി ആൻഡ് എഫ്. ഓരോ ഷെല്ലിൻ്റെയും സബ്ഷെല്ലുകളെ എങ്ങനെയാ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. കെയുടേത് 1s, എല്ലിൻ്റെത് 2s 2p, എമ്മിൻ്റെത് 3s 3p 3d, എന്നിൻ്റെത് 4s 4p 4d ആൻഡ് 4f. ഓക്കെ, ക്ലിയർ ആണോ? ശരി. ഇനി ഓരോ ഷെല്ലിൻ്റെയും സബ്ഷെല്ലുകളെ നമ്മൾ നോക്കി. ഇനിയിപ്പോൾ ഷെല്ലിൻ്റെ കപ്പാസിറ്റിയും സബ്ഷെല്ലുകളുടെ കപ്പാസിറ്റിയും ഒന്ന് നോക്കി നോക്കുക. നമ്മൾ ഇതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത്. എന്ത് പഠിക്കുമ്പോഴും ആഴത്തിൽ മനസ്സിലാക്കി വേണം പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് അത് മറന്നുമില്ല, നിങ്ങൾക്ക് അവസാനം വരെ ഈ സാധനങ്ങളൊക്കെ നിൽക്കും. ഓക്കെ, അപ്പം നോക്കി നോക്കൂ. കെ ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2 അല്ലേ, 2 ഇലക്ട്രോൺസ്. കെയിൻ്റെ സബ്ഷെല്ല് 1s. കെ ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2 ഇലക്ട്രോൺ. കെയുടെ സബ്ഷെല്ല് ഏതാണെന്ന് ഞാൻ ചോദിച്ചാൽ 1s. എല്ലാവരും പറയുന്നില്ലേ 1s? ഓക്കെ, അപ്പം എസിൻ്റെ കപ്പാസിറ്റി എത്രയാണോ? എസ് സബ്ഷെല്ലാണ്. ഈ സബ്ഷെല്ലിൽ എസിൻ്റെ കപ്പാസിറ്റി എത്ര തന്നെയാ? 2 ഇലക്ട്രോൺ തന്നെ. എസിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 2 ഇലക്ട്രോൺസാ. ഓക്കെ, അപ്പം നോക്കി നോക്കൂ. ഈ കെക്ക് ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ. കെക്ക് ഒരൊറ്റ സബ്ഷെല്ല്. ആ സബ്ഷെല്ല് 1s ആണ്. 1sൽ എത്ര ഇലക്ട്രോണേ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോൺ. അതായത് ഏത് എസ് ആയാലും ഇടോ, 1s ആയിക്കോട്ടെ, 2s ആയിക്കോട്ടെ, 3s ആയിക്കോട്ടെ, ഏത് എസ് ആയാലും എസ്സിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാ? 2 ഇലക്ട്രോൺ. അപ്പൊ നോക്കി നോക്ക്. കെ ഷെല്ലിന് 1s, കെ ഷെല്ലിന് 1s മാത്രം. കെ ഷെല്ലിന്റെ കപ്പാസിറ്റി 2, എസിന്റെ കപ്പാസിറ്റി 2. ശരിയല്ലേ? ഇപ്പൊ ഇവിടെ 2ഉം 2ഉം ഈക്വൽ അല്ലേ? ഓക്കെ, ഇനി നമ്മളെ രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്. എൽ ഷെല്ലിന്റെ കപ്പാസിറ്റി എത്രയായിരുന്നു? 8 അല്ലേടോ? 8 ഇലക്ട്രോൺസിനെ കൊള്ളൂല്ലേ? ഇനി എല്ലിൽ എന്തൊക്കെ സബ്ഷെല്ലാണ് ഉള്ളത്? 2s ഉണ്ട്, 2p ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ഈ 2 ഇലക്ട്രോൺസിനെ കൂട്ടണം. ടോട്ടൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസും കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഏത് എസ് ആയാലും അതിൽ എത്ര ഇലക്ട്രോൺസാ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോണ്, 2 ഇലക്ട്രോണ്. ഇനി അതുപോലെ തന്നെ പി ഏതായാലും പിന്റെ കപ്പാസിറ്റി എത്രയാ? 6 ഇലക്ട്രോണാ. അപ്പം നോക്കി നോക്ക്. 2 കൂട്ടണം 6 സമത്ര കിട്ടി. നമുക്ക് 8 കിട്ടി അല്ലേ? രണ്ടും തുല്യാണ്. അപ്പം ഒരു പ്രശ്നമല്ല നമുക്ക്. കെ ഷെല്ലിൻ്റെ 2, എൽ ഷെല്ലിൻ്റെ 8 ഇവിടെ പൂർത്തിയായിട്ട് വന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ലാണ്. എം ഷെല്ലില്ലേ? എം ഷെല്ലിൻ്റെ കപ്പാസിറ്റി എത്രയായിരുന്നു? 18 ഇലക്ട്രോൺസ്, 18 ഇലക്ട്രോൺസിനെ കൊള്ളൂ. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സബ്ഷെല്ലാണ് ഉള്ളതെന്നാ? 3s 3p 3d. 3s 3p 3d. നേരത്തെ പറഞ്ഞതിൻ്റെ ഒട്ടെ നമ്മൾ ഇത് 3ഉം കൂട്ടണ്ടേ? എസ്സിൽ എത്ര കൊള്ളൂ? 2. പിയിൽ എത്ര കൊള്ളൂ? 6. ഡിയിൽ എത്ര കൊള്ളൂ? 10. 2 കൂട്ടണം 6 കൂട്ടണം 10. 2 + 6 + 10 that it is 18 electrons. തുല്യല്ലേ? ഈക്വൽ അല്ലേ? ഓക്കെ, ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് വൺ എൻ ഷെല്ല്. N shell in a maximum capacity of 32 electrons and the subshells are 4s, 4p, 4d and 4f. 4d and 4f. S in a 2 electrons, p ക്ക് 6 electrons, d ക്ക് 10 electrons and f in a 14 electrons. That is 2 + 6 + 10 + 14. 4 + 6 + 2 അല്ലേ? 6ഉം 2ഉം 8ഉം 4ഉം 12. അവശേഷിക്കുന്നു 1. 1ഉം 1ഉം 2. ആ റിമൈനിങ് 1 ദാറ്റ് ഈസ് 32 ഇലക്ട്രോൺസ്. ഈക്വൽ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ എല്ലാ ഷെല്ലിനും സബ്ഷെൽസ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് പോകുന്നത്? സബ്ഷെൽസിലേക്കാണ് പോകുന്നത് എന്നാണ് പുതിയ കണ്ടുപിടുത്തം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കൊരു പുതിയ മോഡലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കെ ഷെല്ലിൻ്റെ സബ്ഷെല്ല് 1s ആണ്. മറന്നു പോവോ? ഇനി കെ ഷെല്ലിൻ്റെ സബ്ഷെല്ല് 1s, എല്ലിൻ്റെ സബ്ഷെല്ല് 2s ഉം 2p യും 2s ഉം 2p യും, എമ്മിൻ്റെത്
3s, 3p and 3d. And finally n-ന് 4s, 4p, 4d and 4f. അപ്പം എല്ലാത്തിലും എല്ലാ ഷെല്ലിലും കോമൺ ആയിട്ട് ഒരു സബ് ഷെല്ല് കിടക്കുന്നുണ്ട്. അത് ഏതാ സബ് ഷെല്ല്? നിങ്ങൾ നോക്കി നോക്ക്. ഇതാ ഇവിടെ ഇതാ എസ്, ഇവിടെ ഇതാ എസ്, ഇവിടെ ഇതാ എസ്, ഇവിടെ ഇതാ എസ്. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള സബ് ഷെൽ ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എസ് സബ് ഷെൽ. ഓക്കെ, ഇറ്റ് ഈസ് എസ് സബ് ഷെൽ. ചോദ്യം വരാറുണ്ട് അങ്ങനെ. എല്ലാത്തിലും കോമൺ ആയി കാണുന്ന സബ് ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എസ് സബ് ഷെൽ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ശരി.